വരച്ചോ? ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ്റെ കേസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ പാരലൽ പോളറൈസേഷൻ എന്ന് പറയുന്ന കാണുന്നില്ല പറയണേ ബെസ്റ്റ് നല്ല ഡീസാണ്. ഞാൻ നിങ്ങളോട് വരക്കാൻ പറ്റും എത്ര നേരമായപ്പോൾ നിങ്ങളിപ്പോ PG തന്നെയല്ലേ? ചിലപ്പോൾ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ ചിലപ്പോൾ കണക്റ്റ് ആയില്ല എന്ന് വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിൽക്കുന്നത് അവറില്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരുമ്പോൾ
ഓക്കെ. സോ ഇവിടെ ഇലക്ട്രിക് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആണ്. സോ അതിനാണ് നമ്മൾ പാരലൽ പോളറൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പെർപെൻഡിക്കുലർ കേസിൽ ഇലക്ട്രിക് വെക്ടർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആയിരുന്നു. സോ അതിൻ്റെ കേസായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ഇലക്ട്രിക് വെക്ടേഴ്സ് പാരലൽ ടു പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എങ്ങനെയാണ് നമ്മളെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മീഡിയം 1, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മീഡിയം 2 എന്ന് പറയുന്നത് ഹൗ ഡു ഇറ്റ്സ് ഡിഫർ? ഓക്കെ. സോ ആ ഒരു ഡിസ്കഷൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമുക്ക് സോഫാർ അറിയാം ഇലക്ട്രിക് ഫീൽഡ് റിഫ്ലക്റ്റഡും അതുപോലെ തന്നെ ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡും എന്ന് പറയുന്നത് സെയിം മീഡിയത്തിലാണ്, മീഡിയം 1 എന്ന് പറയുന്ന മീഡിയത്തിലാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടക്ടർ ആയതുകൊണ്ട് അതർ സൈഡ് എന്ന് പറയുന്നത് E2 എന്ന് പറയുന്ന മീഡിയം 2-ലെ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് 0 ആണ്. അതുപോലെ തന്നെ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് അലോങ് Z ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് മൈ അലോങ് Z ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ എക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ആണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ എക്സ് സെറ്റ് പ്ലെയിനിലാണ് ബേസിക്കലി ഈ ഇലക്ട്രിക് വെക്ടേഴ്സ് ഉള്ളത്. എക്സ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടറി അലോങ് എക്സ് ആക്സിസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബൗണ്ടറി അലോങ് എക്സ് ആക്സിസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് EI എന്ന് പറയുന്നത് വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് ഇങ്ങനെയാണ് EI നെ റെപ്രസെന്റ് ചെയ്യുക, which is equal to EI XZ എന്ന് റെപ്രസെന്റ് ചെയ്യാം സിൻസ് ഇൻ എ പ്ലെയിൻ. സോ വി ഹാവ് EI0. സോ EI0 എന്ന് പറയുമ്പം ബേസിക്കലി എന്താണ്? ഈ ഒരു പോയിന്റ് ആണ് ബേസിക്കലി നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാനിവിടെ ജസ്റ്റ് ഒരു പ്ലേറ്റ് വരയ്ക്കുകയാണെങ്കിൽ, സോ ദിസ് ഈസ് മൈ എക്സ്, ദിസ് ഈസ് മൈ മൈനസ് Z. If it is on this direction, this is positive Z. അല്ലേ? സോ ഈ ഒരു ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഒരു വെക്ടോറിയൽ ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ANI എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ഇലക്ട്രിക് ഫീൽഡ്. ഞാനിവിടെ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ സ്മോൾ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണെങ്കിൽ, ഓക്കെ, സോ ഈ ഒരു സ്മോൾ ആംഗിൾ തീറ്റ പറഞ്ഞ് സോറി സോ ഇതിന് ടോട്ടൽ നമ്മൾ സോ ദിസ് എന്ന് പറയുന്നതാണ് ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിനെടുത്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ. സോ ഈ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് സെപ്പറേറ്റിംഗ് ഇറ്റ്സ് ബൈ 45 ഡിഗ്രി. ഓക്കെ. ദെൻ ജസ്റ്റ് ഇതിനൊരു ടോട്ടൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ സ്മോളർ ആംഗിളിന് നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എങ്ങനെയാണ് നമ്മളതിനെ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടറിൻ്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ EI X ഓഫ് സെറ്റിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ EI0 ഇൻറ്റു AX കോസ് തീറ്റ I. AX കോസ് തീറ്റ I എന്ന് പറഞ്ഞാൽ എന്താണ്? സോ വിച്ച് ഈസ് ആക്ച്വലി എന്താണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നതിന് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ AX എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആക്ച്വലി റെപ്രസെന്റിംഗ് ദ പോസിറ്റീവ് വാല്യൂ. സോ AX കോസ് തീറ്റ I മൈനസ് I ആണ് മൈനസ് AZ എന്ന് പറയുന്നത്, സോ വിച്ച് ഈസ് ഓൺ നെഗറ്റീവ് Z ഡയറക്ഷൻ ആണ്. സോ മൈനസ് AZ സൈൻ തീറ്റ I എന്ന് വരും. ഓക്കെ, മൈനസ് സൈൻ തീറ്റ I. സോ ഇൻറ്റു e raised to minus j beta 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ANI എന്ന് പറഞ്ഞാൽ എന്താണ്? x sin theta I plus z cos theta. So where ANI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is actually AX sin theta I plus AZ cos theta I. എവിടെയാണ് നമ്മൾ AZ കൺസിഡർ ചെയ്യുക? ഈ ഒരു കേസ് ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ഇതിന് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ Z എന്താണ്? പോസിറ്റീവ് ആണ്. സോ അതുപോലെ തന്നെ എക്സും എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ തന്നെയാണ്. സോ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? AX sin theta I, അതായത്
this is actually kx into rx ആണ് r ആണ്. സോ ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ് e raised to j beta 1 എങ്ങനെയാണ് x sin theta I plus z cos theta എന്ന് പറഞ്ഞത്. സോ ഇവിടെ e I x z എന്ന് പറയുന്നതാണ് e I x z which is equal to e I 0 ax. ഞാൻ മോഡൽ എഴുതിയ ഒന്ന് വൃത്തിയായിട്ട് ഇങ്ങോട്ട് എഴുതാണ്, എഴുതിയവർ വേണ്ടി റിപ്പീറ്റ് ചെയ്യേണ്ട. സോ which is az sin theta I e raised to minus j beta 1 x sin theta I plus z cos theta I. So what about h of the xz അല്ലെങ്കിൽ hi of xz? hi of xz എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ hi കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരിക, which is actually ay ലാണ് വരിക. ഓക്കെ, ay ആണ് e I 0 by eta 1 e raised to minus j beta 1 x sin theta I plus z cos theta I. So similarly നമ്മൾ x of er of xz എടുക്കുകയാണെങ്കിൽ the er of xz will be er of xz which is equal to എന്താണ് er of xz എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു കേസാണ് er of xz എന്ന് പറയുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്, അതായത് റിഫ്ലക്റ്റഡ് ഇലക്ട്രിക് വേവിന്റെ വാല്യൂസ് എന്ന് വിൽ ബി er0 ax cos theta r plus az sin theta r e raised to minus j beta 1 x sin theta r minus z cos theta r. So ഇതാണ് er of xz എന്ന് പറയുന്നത്, er of xz. So corresponding magnetic field എന്ന് പറയുന്നത് hr of xz which is equal to minus ay, okay, er0 by eta 1 e raised to minus j beta 1 x sin theta r minus z cos theta r. Okay, so at z is equal to 0 എന്ന് പറയുന്ന കേസിൽ നമ്മൾ അതിന്റെ പെർഫെക്റ്റ് ബൗണ്ടറി ആണ് കൺസിഡർ ചെയ്യുന്നത്. അറ്റ് z is equal to 0 എന്താണ് ചേഞ്ച് ചെയ്യുക? സോ വി ഹാവ് ടു ടേക്ക് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു വാല്യൂവിൽ വാനിഷ് ചെയ്യും. സോ ദാറ്റ് ഈസ് e I x is equal to e I x0 plus e r x0 where 0 എന്ന് പറയുന്നതാണ് z is equal to 0 എന്ന് പറയുന്നതാണ്. നമുക്കറിയാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള E1 എന്ന് പറയുന്നത് എന്താണ്? E1 ഈക്വൽ ടു, അതായത് മീഡിയം 1ലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ e I x0 പ്ലസ് e r x0 എന്നാണ് വരിക. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്, കാരണം എന്താണ് മീഡിയം 2ലെ ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് e I x0 പ്ലസ് e r x0 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് so e I x0 എന്ന് പറഞ്ഞാൽ എന്താണ്? which is e I0, okay, e I0 into cos theta I എന്ന് വരും, e raised to minus j beta 1 x sin theta I plus er0 cos theta r e raised to minus j beta 1 x sin theta r which is equal to 0. Okay, so നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പെർഫെക്റ്റ് കണ്ടക്റ്റിംഗ് ബൗണ്ടറി ആണെങ്കിൽ er0 ഈക്വൽ ടു രണ്ടും എന്താണ്? er0 ഈക്വൽ ടു അറ്റ് ബൗണ്ടറി er0 ഈക്വൽ ടു minus e I0 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് തീറ്റ ആർ ഈക്വൽ ടു
0 at that case. So total electric field എന്ന് പറയുന്നത് total electric field at medium 1 which will be equal to E1 xz equal to EI xz ER xz. Okay, നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് നോക്കുന്നത്. ഇവിടെ z എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ z is equal to 0 എന്നുള്ള കണ്ടീഷൻ അല്ല. So which is equal to ax EI 0 cos theta I into e raised to minus j beta 1 z cos theta I. Okay, z v1z cos theta I minus e raised to j beta 1z cos theta I into e raised to j beta 1z x sin theta I. Okay, so then നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നേരത്തെ ബൗണ്ടറി കണ്ടീഷൻ്റെ കേസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടുക. മൈനസ് AZ ഇൻറ്റു EI 0 sin theta I e raised to minus j beta 1 z cos theta I plus e raised to j beta 1 z cos theta I into e raised to j beta 1 ഇവിടെ z ഇല്ല കേട്ടോ, മേലത്തെ x sin theta. Okay, so ഇത് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ you'll be taking a form അല്ലെങ്കിൽ you'll be getting a form which is equal to minus 2i0 axj cos theta I sin beta 1z cos theta I plus az sin theta I cos beta 1z cos theta I e raised to j beta 1 x sin theta. അതേപോലെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, which is equal to h1 of xz equal to hi of xz plus hr of xz വരും, which is equal to ay 2ei0 by eta cos എന്ന് വരും, cos beta 1z cos theta I e raised to minus j beta 1 x sin theta. സോ ഈ ഒരു ഫോമിലാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുക. സോ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ z ഡയറക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ which is normal to the boundary E1x and H1y. Sorry. Okay. So ഇവിടെ beta 1 z is equal to beta 1 cos theta എന്ന് എഴുതാം. beta 1 z എന്ന് പറഞ്ഞാൽ beta 1 z സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ടേമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. beta 1 z is equal to beta 1 cos theta I. നേരത്തെ അതേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ കേസിൽ there is no average power is propagated in the direction. കാരണം എന്താണ്, രണ്ടും ഡിഫറെൻറ്റ് ഫേസ് ആണുള്ളത്, കാരണം ഒന്ന് കോസും ഒന്ന് സൈനും ആണ്. സോ ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത്
UJT ചെയ്തോളൂ നോക്കാം. ക്ലാസ് എടുക്കുന്നുണ്ടോ? ഓക്കെ. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നതാണ് ആവറേജ് പവർ എന്ന് പറയുന്നത് എന്താണ്, അതായത് പോയിന്റിംഗ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇ ക്രോസ് എച്ച് ആണ് എടുക്കാം. സോ ഈ ഒരു ടേമിൽ എന്താണ് കോസിന്റെ ടേം ആണുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് പറഞ്ഞപ്പം അതിൽ സൈനിന്റെ ടേം ആയിരുന്നു വന്നിരുന്നത്. സോ എന്താണ് രണ്ടും രണ്ട് ഫേസിലാണുള്ളത്. സോ ഇറ്റ് ഈസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. സോ ദെൻ ആവറേജ് പവർ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു 0. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കിവിടെ പ്ലെയിൻ കണ്ടക്ടിങ് ബൗണ്ടറി നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ സ്റ്റാൻഡിങ് വേവ് തന്നെയാണ് ഈ കേസിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നോ ആവറേജ് പവർ ഈസ് പ്രൊപ്പഗേറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് Z അല്ലെങ്കിൽ ഈവൺ X. സോ ഇതിൽ നിന്ന് വരുന്ന നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ വിത്ത് ഫേസ് വെലോസിറ്റി ഇൻ ദ X direction which is parallel to the boundary. E1Z and H1Y are in both time and space phase and with propagate with the velocity of U1x is equal to U1 by sin theta. So U1 എന്ന് പറയുന്നത് ഫേസ് വെലോസിറ്റി ഇൻ ദ മീഡിയം 1 ആണ്. ഓക്കെ. സോ ഇത് നമ്മൾ സെയിം ആണ്, നമ്മൾ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ്റെ കേസിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. ദെൻ ദ പ്രൊപ്പഗേറ്റിംഗ് വേവ് ഇൻ ദ X direction is a non uniform plane wave. സിമിലർ കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ ആയിരുന്നു നമ്മൾ പെർപെൻഡിക്കുലർ കേസിലും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏത് കേസാണ് കൺസിഡർ ചെയ്തത്, ലോങ് Z ആണ് കൺസിഡർ ചെയ്തത്. ഇനി ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് ആ ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ ലോങ് X ആക്സിസിലൊന്ന് അസ്യൂം ചെയ്യാതിരിക്കാം. അസ്യൂം ചെയ്യുമ്പം അതിൻ്റെ വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ. സോ നോൺ യൂണിഫോം ആയിരിക്കും അതിൻ്റെ പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. ദെൻ Z എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് m λ1 2 cos theta I, where m is equal to 1 2 3 and E1x is equal to 0 for all x. Okay. So wherever നിങ്ങൾക്ക് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ H1x will be equal to 0. എന്താ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ് plane of incidence in ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് വെക്ടേഴ്സ് ആയിട്ടുള്ള Hന്റെ കോമ്പണൻസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആൻഡ് വിച്ച് ഈസ് പാരലൽ ടു പ്ലെയിൻ ബൗണ്ടറി. ഓക്കെ. സോ അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് perpendicular to plane of incidence and parallel to the plane boundary എന്ന് പറഞ്ഞു. ഈ രണ്ട് കേസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ഇത്രയും ഭാഗമാണ് പ്ലെയിൻ കണ്ടക്റ്റിംഗ് ബൗണ്ടറിയുടെ കേസിൽ ഒബ്ലിക് ഇൻസിഡൻസിൻ്റെ കേസിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയലക്ട്രിക്കിൻ്റെ കേസിൽ. ഓക്കെ. ഡയലക്ട്രിക് കേസിൽ നോർമൽ ഇൻസിഡൻ്റ് ആണെങ്കിൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഡയലക്ട്രിക്കിൻ്റെ കേസ് വരുമ്പം ഇൻ അഡീഷൻ ടു സ്വാഭാവികമായിട്ടും എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും ഡയലക്ട്രിക് ബൗണ്ടറി എന്ന് പറയുന്നത്. കാരണം ഡയലക്ട്രിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ലോസി ആയിട്ടുള്ള ഒരു ഫോമാണ്. സോ നമുക്ക് ലോസി ഡയലക്ട്രിക് വരുമ്പോൾ ദർ വിൽ ബി എ ലോസ് ടാൻജൻ. സോ അത്തരം കുറച്ച് കോമ്പണൻസ് കൂടെ വരും. സോ ദർ വിൽ ബി എ ട്രാൻസ്മിഷൻ ആസ് വെൽ. നിങ്ങളിവിടെ കാണുന്ന പോലെ ഇവിടെ നമുക്ക് ട്രാൻസ്മിറ്റഡ് വേവും കൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നതാണ് മീഡിയം 1 എന്ന് പറയുന്നത് ε1 μ1 ε2 μ2 എന്ന് പറയുന്നത് 2 ഡയലക്ട്രിക് മീഡിയമാണ്. ഓക്കെ. സോ 2 ഡയലക്ട്രിക് മീഡിയത്തിലൂടെ നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ഒബ്സർവ് എ റിഫ്ലക്റ്റഡ് വേവ് അലോങ് വിത്ത് എ ട്രാൻസ്മിറ്റഡ് വേവ്. സോ അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. കുറച്ചുകൂടി സമയം ആവശ്യമുള്ളതാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻസിഡൻസ്, അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻസിഡൻസ്. അതിനാണ് നമ്മുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്
ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയാം. ആ ഒരു ഡിസ്കഷൻസിലൂടെ വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഓക്കെ, ഈ ഭാഗത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഭാഗം ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇയാളുടെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഉണ്ടോ? ഇവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോ നിഷ? ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടോ ജോയിൻ ചെയ്തോ? ഈ ഗൂഗിൾ ക്ലാസ് റൂം ജോയിൻ ചെയ്തോ? ഇലക്ട്രോഡൈനാമിക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ നാളെ കംപ്ലീറ്റ് നിങ്ങൾക്ക് തിയറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ ഇതുവരെയുള്ള ലാബ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ കാണിക്കാം. ഇതുവരെയുള്ള എല്ലാവരും ഇതുവരെയുള്ള ലാബിൻ്റെ കംപ്ലീറ്റ് ഒബ്സർവേഷൻ നോട്ട് നാളെ കാണിക്കാം. നിങ്ങൾ ആരെ UJT ചെയ്ത ആൾക്കാർ മെൻഷൻ ചെയ്തോ? ചെയ്ത UJT ഒന്നും അറിയില്ലായിരുന്നോ? ഓക്കെ, നിങ്ങൾ 4 പേര് സാറൊന്ന് കാണണേ പോണ മുമ്പ്. എന്താ വെച്ചാൽ ആദ്യം ലൈസൻസ് കിട്ടിയോ?